കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഹൈപ്പവർ കമ്മിറ്റി ചേരുകയായിരുന്നു. സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ജോസഫ് വിഭാഗത്തിന്റെ ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളാണ് കഴിഞ്ഞ തവണ അവർ മത്സരത്തിലുണ്ടായിരുന്നത്. അതിൽ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് സമ്മർദ്ദമുണ്ടായെന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഹൈപ്പവർ കമ്മിറ്റി യോഗം ചേർന്നത്. അതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. ടോബി, ഒരു വിട്ടുവീഴ്ചയും സീറ്റുകളുടെ കാര്യത്തിൽ ചെയ്യേണ്ടതില്ല എന്ന് ഒടുവിൽ തീരുമാനിച്ചോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഒരു വിട്ടുവീഴ്ചയ്ക്കും വേണ്ട 10 സീറ്റുകളിൽ തന്നെ ഇത്തവണയും മത്സരിക്കണമെന്നൊരു ആവശ്യമാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്നും പ്രധാനമായിട്ടും ഉയർന്നു വന്നത്. ഈ കോൺഗ്രസ് 4ഓളം സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. വിജയസാധ്യത എന്നുള്ള കാര്യം പറഞ്ഞാണ് ആ നീക്കം കോൺഗ്രസ് നടത്തുന്നതിനാൽ കഴിഞ്ഞ തവണത്തെ നിയമസഭയിലെ വിജയത്തിന്റെ ശതമാനം നോക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടർക്കും കാര്യമായിട്ടുള്ള വിജയം ഉണ്ടായിട്ടില്ല. 93 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 21 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ 20% വിജയം മാത്രമാണ് കേരള കോൺഗ്രസിനുമുള്ളത്. ആ ഒരു റേഷ്യോ നോക്കുകയാണെങ്കിൽ അങ്ങനെ സീറ്റ് വിട്ടുകൊടുക്കേണ്ട ആവശ്യം നിലവിലില്ല എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് നേതാക്കൾ ഈ ഹൈപ്പവർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കേരള കോൺഗ്രസിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള ഒരു ശക്തി ഇപ്പോൾ കേരള കോൺഗ്രസിനുണ്ട്. അത് ചോദിച്ച് മുന്നണിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നില്ല. എന്നാൽ 10 സീറ്റുകൾ എന്നുള്ളത് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. വേണമെങ്കിൽ ചില ധാരണകൾ, ചില സീറ്റുകളുടെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ, പരസ്പരം വെച്ചുമാറലുകളൊക്കെ നടത്താൻ തയ്യാറാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് 10 സീറ്റിൽ നിന്നും ഒരു സീറ്റ് പോലും കൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് നേതാക്കൾക്കുള്ളത്. അതിന് പറയുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ട ഇല്ല എന്ന നിലപാടാണ്. ഒരുപക്ഷെ UDF-ലെ സീറ്റ് വിഭജന ചർച്ചകളിൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം എന്നറിയില്ല. അത് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.